നേരിൽ ഇവിടെ കാണുമെന്ന് പറഞ്ഞപ്പോൾ നേരിൽ കാണാൻ വന്നൊരു കഥ ഒരു വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കഥയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വടകര റൂം എടുത്തിട്ടാണ് തലേ ദിവസം ഇരുന്നുണ്ടായിരുന്നത്. വരുന്ന വഴിയിൽ എൻ്റെ ഷൂ എല്ലാം ഫുള്ളുണ്ട് മഴയത്ത് കേടുവന്ന് ആകതായി. ഇപ്പം നേരം പുലർന്ന ശേഷം നമ്മൾ നല്ല ഷൂ ഒക്കെ മേടിച്ച് നേരെ ഇവിടെ അടുത്ത് പോകുമ്പോൾ ആദ്യമായിട്ടൊരു കാമുകനെ കാണുന്നതാണല്ലോ, നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള കയറ്റത്തിൽ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ പോകണം എന്നിട്ട് പോകുന്ന സമയത്ത് ഇവിടെ രാവിലെ 6 മണിക്ക് വിളിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നേരത്തെ കാലത്ത് കാണാൻ പറ്റുന്ന ക്ലാസ്സിൽ പോകേണ്ട സമയമാണ്, പെട്ടെന്ന് കാണാൻ വരണം പറഞ്ഞു. ഞാൻ സത്യം വരണമെങ്കിൽ സാധാ ചെരുപ്പ് ഇട്ടിട്ടാണ് ചപ്പൽ ഇട്ടിട്ടാണ് ഇവിടെ മുമ്പിൽ കാണാൻ പോകുന്നത്. അന്ന് കുളിച്ചിട്ട് പോലും സത്യത്തിൽ. ഞാൻ സത്യത്തിൽ ഇവിടെ എന്നെ ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചു. ആ ഒരു കോലത്തിൽ വളരെ ദയനീയമായിട്ടുള്ള ലെവലിലാണ് ഞാൻ അവളുടെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഇവൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് കണ്ട് അധികം സംസാരിച്ചൊന്നും ചെയ്തൊന്നുമില്ല. പിന്നെ ഞാൻ തിരിച്ചു വന്ന ശേഷം ഇവിടെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഇഷ്ടപ്പെട്ട് കാണില്ല അല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞു എനിക്ക് ആദ്യം കാണുമ്പോൾ നല്ല ഇഷ്ടമായിരുന്നു, പിന്നെ 2ാം പ്രാവശ്യം കാണുമ്പോൾ എന്നിട്ട് സൈലൻ്റായി. അപ്പോൾ 2ാം പ്രാവശ്യം കാണുമ്പോൾ എന്തായി എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായി. അതെ, കാരണം ഞാൻ ആ കോലത്ത് വളരെ ദയനീയമായിട്ടുള്ള കോലത്ത് അവിടുത്തെ പോകുന്നത്. അതെ അതെ, അത് ശരിയാണ്, സത്യമായിട്ടും. കാരണം ഇവിടെ ഈ കണ്ടതൊക്കെ വീട്ടുകാരുടെ സമ്മതപ്രകാരമായിരുന്നോ? ആ സമ്മതപ്രകാരമായിരുന്നു. ആദ്യം ഇവിടുന്ന് കുറച്ച് അവിടെ ആദ്യം സമ്മതിച്ച് ഇവിടെ കുറച്ച് ടൈം എടുത്തിട്ട് അങ്ങനെയാണ് ഒരു 5 വർഷം പ്രണയം നീണ്ടു. 5 വർഷത്തെ പ്രണയമായിരുന്നു. 5 വർഷം വരെ എന്റെ വീട്ടിൽ എന്തായാലും അറിയാം. എന്റെ വീട്ടിലിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ അത്രത്തോളം വലിയ കാര്യമാക്കിയിട്ടില്ല, പിന്നെയാണ് കാര്യമാക്കിയത്. ഇവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? ഇല്ല, ഇഷ്യൂസ് അങ്ങനെ ഇതൊന്നും ഇല്ല. ആദ്യം ഒരു ഉണ്ടാവുമല്ലോ, പൊതുവെ ചെറിയൊരു സംഭവം ഉണ്ടാവുമല്ലോ. പിന്നെ നാട്ടിലൊന്ന് അന്വേഷിക്കും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഫീൽഡ് മുഖാന്തരം എല്ലാ അന്വേഷിച്ച് ഓക്കെ എന്ന് പറഞ്ഞു.